കുട്ടികളെ, നമ്മൾ വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായി നമുക്ക് എല്ലാ സ്കൂളുകളിലും തന്നെ സ്വാതന്ത്ര്യദിന ക്വിസൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സ്വാതന്ത്ര്യദിന ക്വിസിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് പഠിക്കണം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്ത്? ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്ത്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോൾ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോൾ? 1947 ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം? ദേശീയ പതാകയില് അശോക ചക്രത്തിന്റെ നിറം എന്താണ്? നീല. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിനം എന്നാണ്? ഗാന്ധിജി കൊല്ലപ്പെട്ട ദിനം 1948 ജനുവരി 30. 1948 ജനുവരി 30. അടുത്തത്, സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. അടുത്തത്, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ആരാണ് കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത്? പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. അടുത്തത്, ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര്? ആധുനിക ഭാരതത്തിന്റെ ശില്പി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അതുപോലെ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇനി, ഗാന്ധിജി ജനിച്ചത് എപ്പോൾ? ഗാന്ധിജിയുടെ ജനനം എപ്പോൾ? 1869 ഒക്ടോബർ 2. എന്നാ ഗാന്ധിജി ജനിച്ചത്? 1869 ഒക്ടോബർ 2. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? ഉത്തരം ജനറൽ ഡയർ. ജനറൽ ഡയർ. അടുത്തത്, മലബാർ കലാപം നടന്ന വർഷം ഏത്? മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപം നടന്ന വർഷം 1921. അടുത്തത്, ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷവും ദിവസവും പറയാം നമുക്ക്. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷവും ദിവസവും ഏതാണ്? 1930 മാർച്ച് 12. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 മാർച്ച് 12. അടുത്തത്, ഏത് കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ സമരം നടത്തിയത്? ഏത് കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജി ഉപ്പ് കുറുക്കിയിട്ട് സമരം നടത്തിയത്? ഏത് കടപ്പുറത്ത് വെച്ചാണ്? ഉത്തരം ദണ്ഡി കടപ്പുറം. ദണ്ഡി കടപ്പുറം. അടുത്തത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേരള ഗാന്ധി കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. അടുത്തത്, വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഉപ്പ് സത്യാഗ്രഹ ഗാനം രചിച്ചതാര്? വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഉപ്പ് സത്യാഗ്രഹ ഗാനം രചിച്ചത് ആര്? ഉത്തരം അംശി നാരായണ പിള്ള. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഉപ്പ് സത്യാഗ്രഹ ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. അടുത്തത്,
അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. ഭഗത് സിംഗ്. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ? ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ? ന്യൂഡൽഹി. ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എന്നാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്? ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ച ഇന്ത്യൻ നേതാവ്. കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ച ഇന്ത്യൻ നേതാവ് ജവഹർലാൽ നെഹ്റു. ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ. ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാ? ജവഹർലാൽ നെഹ്റുവിന്റെ. അടുത്തത്, ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്? നവംബർ 14. ശിശുദിനമായി ആചരിക്കുന്നത് നവംബർ 14. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്? അതായത് ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര്. ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത്, സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിൽ. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷം. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷം 1920. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷം 1920. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം. എന്നാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്? 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടത്. 1948 ജനുവരി 30. ഇനി ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ആര്? ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാര്? നാഥുറാം വിനായക് ഗോഡ്സെ. ആരാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം? ഡൽഹിയിലെ രാജ്ഘട്ട്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഡൽഹിയിലെ രാജ്ഘട്ട്. രാഷ്ട്രപിതാവെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര്? ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത്, അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം? അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2 നമ്മൾ ആചരിക്കുന്നത്. ഒക്ടോബർ 2. അപ്പം പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിച്ച് മിടുക്കരായിട്ട് നാളെ പോയി ക്വിസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.